കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു പാർട്ടി ഒരിക്കലേ ഭരിച്ചിട്ടുള്ളൂ. കേരളം പിറന്നതിന് ശേഷം ഇന്നേ വരെ അത് CPI ആണ്, ബാക്കിയെല്ലാം മുന്നണിയാണ്. അങ്ങനെ നമ്മൾ ജയിക്കും, ഭരിക്കുന്നതും നമ്മളാണ്. ഒരാളെ ഭരിക്കുകയല്ല, എല്ലാവരും ചേർന്ന് എല്ലാവരെയും കൂടെ ഭരിക്കുകയാണ്. ആ മുദ്രാവാക്യം ജനം സ്വീകരിച്ചു. കാരണം കോൺഗ്രസ് പറഞ്ഞ മുദ്രാവാക്യം ഞങ്ങളല്ലാതെ ആരുണ്ട് എന്നാണ്. പട്ടം ചോദിച്ചത് എങ്ങനെയാണ്, പനമ്പള്ളി ചോദിച്ചത് എങ്ങനെയാണ്, നിങ്ങളെ ഭരിക്കാൻ കോൺഗ്രസ് അല്ലാതെ ആരുണ്ട്? അത് ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം LDF ചോദിച്ചതും അതുകൊണ്ടാണ് ജനത്തിന് ഇഷ്ടപ്പെടാതെ ചോദിച്ചത്. അങ്ങനെ ചോദിക്കരുത്, അത് ജനാധിപത്യമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ ജയിക്കുക എന്നതാണ്. അത് അവർ കാണിച്ച ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം കാണിക്കാൻ അവർക്ക് കഴിഞ്ഞത് അവർ ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. അവർ പാർട്ടി നേതാക്കന്മാർക്കപ്പുറം ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. ജനങ്ങളുടെ നേതാക്കന്മാരായതുകൊണ്ടാണ് അവർ നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും എന്ന് പറഞ്ഞത്. അത് ജനം ഏറ്റെടുത്തു. ഈ കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് അടിത്തറയിട്ടത്, അതിന് കല്ലിട്ടത് 57-ലാണെങ്കിൽ കട്ട വെച്ചത് 70-ലെ ഗവൺമെന്റ്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ താഴെത്തട്ടിലെ മനുഷ്യന് ആ മാറ്റത്തിന്റെ ഗുണം കിട്ടാവുന്ന തരത്തിൽ അത് അവന്റെ പക്ഷമാവണം. ചരിത്രത്തിൽ തെറ്റുകൾ സംഭവിക്കും, ചരിത്രത്തിൽ ചില പെശകുകൾ ഉണ്ടാവും. അത് ഏത് കാലത്തും ഏത് ലോകത്തും എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തിയേ ഇനി വഴിയുള്ളൂ എന്ന് വെക്കരുത്. നമുക്ക് മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മാതൃകയായിരിക്കണം. തെറ്റ് ചെയ്യാത്ത, അഴിമതി നടത്താത്ത ത്യാഗധനന്മാരായ മറ്റുള്ളവർക്ക് നോക്കിയാൽ ആദരവ് തോന്നുന്ന തരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അച്യുതമേനോന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു പദവിയും തേടിച്ചെന്നതല്ല. ആകെ മാത്രം അദ്ദേഹം തേടിച്ചെന്നത് അറിവ് മാത്രമാണ്. ബാക്കിയെല്ലാം അദ്ദേഹത്തെ തേടി വന്നതാണ്. അങ്ങനെയും അപൂർവ പേരെ രാഷ്ട്രീയത്തിലുള്ളൂ. അങ്ങനെ അദ്ദേഹം ഇത്രയും വലിയ തരത്തിൽ നിയമപരീക്ഷ പാസ്സായി ലോകത്തെ അറിഞ്ഞ ഒരാൾ, അന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം വക്കീലായി, ചിലപ്പം നിയമത്തിൽ ജഡ്ജിയോ ഒക്കെ ആയാൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകാനുള്ള യോഗ്യത ഉണ്ടായി. പക്ഷെ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു. അതെല്ലാം ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങി. ആ പൊതുപ്രവർത്തനത്തിനിറങ്ങി അദ്ദേഹം കൊച്ചി രാജ്യക്കാരനാണ്. അന്നത്തെ ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് കൊച്ചിയിൽ ഉൾപ്പെട്ടതാണ്. നമ്മളെല്ലാം തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടതാണ്. തൃശ്ശൂരിനപ്പുറമുള്ള പാലക്കാട് മുതൽ മലപ്പുറമുള്ള ജില്ലകളെല്ലാം മലബാറിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹം അന്ന് ഈ എല്ലാം രാജ്യം എന്നാണ് പറയുന്നത്, കൊച്ചി രാജ്യമാണ്. അദ്ദേഹം കൊച്ചിയിലെ പാർട്ടിയുടെ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് തിരുക്കൊച്ചി യോജിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യോജിച്ചാണ് തിരുക്കൊച്ചിയാണ്. ആ തിരുക്കൊച്ചിയിലെയും പാർട്ടി സെക്രട്ടറിയായി. അദ്ദേഹം കേരളത്തിലെയും പാർട്ടി സെക്രട്ടറി. ഈ മൂന്നിടത്തെയും പാർട്ടി സെക്രട്ടറിയായ ഒരാൾ സഖാവ് CH സുഗതൻ. അദ്ദേഹം 1956-ലാണ് കേരളം 57-ൽ പിറക്കും എന്ന് തീരുമാനമായി. അതിനു മുമ്പ് ഘടകമൊക്കെ ഉണ്ടെങ്കിലും, കേരള ഘടകമൊക്കെ ഉണ്ട്. പക്ഷെ കേരളം പിറക്കുമ്പോൾ കേരളത്തെ നയിക്കാനും ഇലക്ഷൻ നേരിടാനും ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ജില്ലകളിൽ നിന്നും, അന്ന് ഇത്രയും ജില്ലകളൊന്നുമില്ല, അന്ന് കേരളത്തിൽ കുറച്ച് ജില്ലകളേ ഉള്ളൂ, ആ ഉള്ള ജില്ലകളിൽ നിന്നെല്ലാം പ്രതിനിധികളെ സ്വീകരിച്ച ഒരു സമ്മേളനം നടത്തിയത് തൃശ്ശൂരാണ്. അത് 1956 ഫെബ്രുവരിയിലാണ്.
ആ സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിന്റെ അവസാനം ആ സമ്മേളനം ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് 35 പേരായി. ആ 35 പേരിൽ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതിൽ അവസാനം മരിച്ചയാള് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം കൂടെ മരിച്ചപ്പോൾ ആ കമ്മിറ്റിയിലുള്ള എല്ലാവരും കേരളത്തിൽ മരിച്ചു. പക്ഷെ അവരെല്ലാം മരിച്ചു പോയിട്ടും അവർ അവരുടെ ജീവിതം സമർപ്പിച്ച് കെട്ടിപ്പടുത്ത് പാർട്ടി മരിച്ചുപോയില്ല. അപ്പൊ അവരെത്രത്തോളമാണ് അവര് ജീവിതം പാർട്ടിക്ക് കൊടുത്തതെന്ന് ആലോചിച്ചാൽ മതി. അതൊരു പ്രത്യേക പാർട്ടിയായിരുന്നു. കേരളം മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും വിശുദ്ധമായ പാർട്ടികളിലൊന്നാണ് അവർ കെട്ടിപ്പടുത്ത കേരളത്തിലെ CPI. ആ 35 അംഗ കമ്മിറ്റിയുടെ സെക്രട്ടറി അച്യുതമേനോനാണ്. അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തത്. ആ കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത 3 പേരുണ്ടായിരുന്നു. അവർ സെൻട്രൽ കമ്മിറ്റിയിലെ അംഗങ്ങളായി. അതുകൊണ്ടാണ് അവർ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത്. അതൊന്ന് എമ്മനും, ഒന്ന് AKGയും, ഒന്ന് EMSും ആയിരുന്നു. അവര് 3 പേരും 56-ൽ രൂപീകരിച്ച സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ സംസ്ഥാന കമ്മിറ്റിക്ക് പങ്കെടുക്കാവുന്ന തരത്തിൽ അവർ ഉപരി കമ്മിറ്റി അംഗങ്ങളായി. അച്യുതമേനോൻ ഉൾപ്പെട്ട 35 പേരെയാണ് തെരഞ്ഞെടുത്തത്. അച്യുതമേനോനായിരുന്നു സെക്രട്ടറി. അവരുടെ മുഖ്യമായ ജോലി 57-ലെ ഇലക്ഷനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ വിജയിക്കുന്ന തരത്തിൽ ഒരുക്കുക എന്നതായിരുന്നു. അപ്പൊ സ്വാഭാവികമായി ഇന്നത്തെ പോലെ പാർട്ടിക്ക് മെമ്പർഷിപ്പ് ഒന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന ബഹുജന സംഘടനകളിൽ AITUC, AESF 2 എണ്ണമാണുള്ളത്. ബാക്കിയൊന്നുമില്ല. AEYF പോലും ഇല്ല. അപ്പൊ അവർക്ക് കേരളത്തിലെ ബഹുജനങ്ങളെ വിശ്വസിച്ച് ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച് 57-ലെ ഇലക്ഷന് വേണ്ടി മനുഷ്യരെ മനസ്സിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്ന തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ കാലത്ത് വളരെ സങ്കീർണമായതും എന്നാൽ ഭരണം കിട്ടാൻ മൊത്തം പിടിക്കേണ്ടി വരുന്ന ഒരു ജില്ലയാണ് ഈ തൃശൂർ ജില്ല. തൃശൂർ ജില്ലയാണ് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന പനമ്പള്ളിയുടെ ജില്ല. ആ പ്രത്യേകത കൂടി തൃശൂർ ജില്ലയ്ക്കുണ്ട്. പനമ്പള്ളി മത്സരിക്കുന്നത് ചാരക്കുടിയിലാണ്. അപ്പൊ പനമ്പള്ളി മത്സരിക്കുന്ന ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകൾ പിടിക്കണം. ആ പിടിക്കണമെങ്കിൽ പാർട്ടി സെക്രട്ടറിയായ അച്യുതമേനോൻ കൂടി മത്സരിക്കണമെന്ന് തീരുമാനിച്ചു. അച്യുതമേനോൻ പലതരത്തിൽ പറഞ്ഞൊഴിയാൻ നോക്കി. പക്ഷേ ആ ജില്ലയിൽ അച്യുതമേനോൻ മത്സരിക്കണമെന്ന് തീരുമാനിച്ചു. അച്യുതമേനോന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്നും ചോദിച്ചു മേടിക്കല. പക്ഷെ താൻ ഒരു അവശ്യ ഘടകമാണെന്ന് പാർട്ടി തീരുമാനിച്ചാൽ തനിക്കിഷ്ടമല്ലെങ്കിലും അത് ഏറ്റെടുക്കും. അങ്ങനെ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു. മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടിക്ക് ഇലക്ഷൻ കാലത്ത് ഒരു സെക്രട്ടറി ആവശ്യമായി വന്നു. അപ്പൊ ആ സെക്രട്ടറി ആരെന്ന ചോദ്യം വന്നു. ഇപ്പൊ AKG പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്, EMS അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണ്. പിന്നെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ അവർ കണ്ടെത്തിയത് എമ്മനെയാണ്. അങ്ങനെയാണ് എമ്മൻ 1957-ൽ അച്യുതമേനോനും EMSും AKGയും മത്സര രംഗത്ത് വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത്. സെക്രട്ടറിയുടെ ചുമതല എന്ന് പറയുന്നത് എമ്മൻ ആ കമ്മിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് സെക്രട്ടറിയുടെ ചുമതലയെ വഹിക്കാൻ പറ്റൂ. ഞാനിപ്പം കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ ഒരു 2 വർഷക്കാലം സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ആളാണ്. കാരണം ഞാൻ ഈ ഘടകത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു
ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, അങ്ങനെ ചുമതല വഹിച്ചു. അതുപോലെ ഇലക്ഷൻ കാലത്ത് 57 കേരളത്തിലെ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത് സെൻട്രൽ കമ്മിറ്റി അംഗമായ എമ്മനാണ്. എമ്മൻ ആ കാലത്ത് ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. മുദ്രാവാക്യത്തിനെല്ലാം ഇലക്ഷനിലും ചരിത്രത്തിലും വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആ മുദ്രാവാക്യം നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും എന്നതായി. ആ മുദ്രാവാക്യം കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് എമ്മനാണ്. അതാരും എഴുതി കൊടുത്തല്ല, ഒരു ബുദ്ധിജീവിയുടെയും വീട്ടിൽ പോയി മേടിച്ചല്ല. എമ്മൻ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം. ആ നമ്മൾ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അതായത് കേരളത്തിലെ ജനം മുഴുവനാണ്. കേരളത്തിൽ തല്ല് കൊണ്ടവരും വീടില്ലാത്തവരും പട്ടിണി കിടക്കുന്നവരും ഒരുപാട് പാരാദുരിതങ്ങളുള്ളവരുമായ നമ്മളെല്ലാം ചേർന്ന് നമ്മളെ ജയിപ്പിക്കും. ഞാൻ നിന്നെ ജയിപ്പിക്കുകയല്ല, നീ എന്നെ ജയിപ്പിക്കുകയല്ല, നമ്മൾ നമ്മളെ ജയിപ്പിക്കും. അങ്ങനെ നമ്മൾ ജയിക്കും. ഭരിക്കുന്നതും നമ്മളാണ്. ഒരാളെ ഭരിക്കുകയല്ല, എല്ലാവരും ചേർന്ന് എല്ലാവരെയും കൂടെ ഭരിക്കുകയാണ്. ആ മുദ്രാവാക്യം ജനം സ്വീകരിച്ചു. കാരണം കോൺഗ്രസ് പറഞ്ഞ മുദ്രാവാക്യം ഞങ്ങളല്ലാതെ ആരുണ്ട് എന്നാണ്. പട്ടം ചോദിച്ചത് അങ്ങനെയാണ്, പനമ്പള്ളി ചോദിച്ചത് അങ്ങനെയാണ്. നിങ്ങളെ ഭരിക്കാൻ കോൺഗ്രസ് അല്ലാതെ ആരുണ്ട്? അത് ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം LDF ചോദിച്ചതും അതുകൊണ്ടാണ് ജനത്തിന് ഇഷ്ടപ്പെടാതെ ചോദിച്ചത്. അങ്ങനെ ചോദിക്കരുത്, അത് ജനാധിപത്യമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ ജയിക്കുക എന്നതാണ്, ജനങ്ങൾ ഭരിക്കുക എന്നതാണ്. 57 എമ്മൻ പറഞ്ഞത് അതാണ്. എമ്മൻ പറഞ്ഞത് ജനം സ്വീകരിച്ചു. അഹങ്കാരത്തോടെ കോൺഗ്രസ് പറഞ്ഞത് വിധി വന്നപ്പോൾ കോൺഗ്രസ് ഞെട്ടി. കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കുമെന്ന്, പ്രത്യേകിച്ച് ബാലറ്റ് യുദ്ധത്തിലൂടെ ജയിക്കുമെന്ന്. കമ്മ്യൂണിസ്റ്റുകാർക്ക് സമരം ചെയ്ത് ജയിക്കാം, മുതലാളിയെ കൊണ്ട് പലതും അംഗീകരിപ്പിക്കാം, തല്ലുകൊള്ളാം, ജയിലിൽ കിടക്കാം, പട്ടിണി കിടക്കാം, വേണമെങ്കിൽ സമൂഹത്തിന്റെ സഹതാപം നേടാം. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മുതലാളിത്ത സമൂഹത്തിൽ, ജന്മി സമൂഹത്തിൽ, ജാതി സമൂഹത്തിൽ, മതസമൂഹത്തിൽ ജയിക്കാൻ പറ്റുകയില്ല എന്നാണ് അതുവരെയുള്ള വിശ്വാസം. ആ വിശ്വാസത്തെയാണ് അച്യുതമേനോനും EMS എമ്മനും എല്ലാം കൂടി തകർത്തത്. അതിന് നേതൃത്വം കൊടുത്തത് എമ്മനാണ്. എമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചില സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി ജയിപ്പിച്ച് 128 സീറ്റിൽ 65 സീറ്റ് നേടി അധികാരത്തിലെത്തിച്ചു. കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു പാർട്ടി ഒരിക്കലേ ഭരിച്ചിട്ടുള്ളൂ. കേരളം പിറന്നതിന് ശേഷം ഇന്നേ വരെ അത് CPI ആണ്, ബാക്കിയെല്ലാം മുന്നണിയാണ്. അതവർ കാണിച്ച ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം കാണിക്കാൻ അവർക്ക് കഴിഞ്ഞത് അവർ ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. അവർ പാർട്ടി നേതാക്കന്മാർക്കപ്പുറം ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. ജനങ്ങളുടെ നേതാക്കന്മാരായതുകൊണ്ടാണ് അവർ നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും എന്ന് പറഞ്ഞത്. അത് ജനം ഏറ്റെടുത്തു. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ആ പാഠം അച്യുതമേനോനെന്ന പ്രഗത്ഭമതിയുടെ ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും കൂടി പാഠമാണ്. അദ്ദേഹം ഒരിക്കലും അതിന്റെ വ്യക്തിപരമായ നേട്ടങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. അതെല്ലാം വലിയൊരു കൂട്ടായ്മയുടെ പല വഴി വന്ന ത്യാഗത്തിന്റെ പൊതുവഴിയിൽ എവിടെയോ ലയിച്ച ഒരു സമുദ്രത്തിന്റെ അലകൾ പോലെ കേരളം സ്വീകരിച്ചത്. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു ഗവൺമെന്റ് ഉണ്ടാവും. അങ്ങനെയാണ് കേരളം പിറന്ന കാലത്ത് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാവുന്നത്. അത് 57 ഏപ്രിൽ 5-ാം തീയതി EMSന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഗവൺമെന്റാണ്.
അപ്പൊ സ്വാഭാവികമായി ആ ഗവൺമെന്റിന് വേണ്ടി ഒരു പ്രകടന പത്രിക തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറി എന്ന നിലയിൽ നിർവഹിച്ചത് അച്യുതമേനോൻ. അത് സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ടും ലോകപരിചയം കൊണ്ടും മനുഷ്യന്റെ വേദനകൾ പരിഹരിക്കാനുള്ള നിയമപരവും ഭരണഘടനാപരവുമായ പ്രത്യേകതകൾ മനസ്സിലാക്കിയ ആളെന്ന നിലയിലും അതിന് കഴിയുന്നയാൾ അച്യുതമേനോനായിരുന്നു. അതുകൊണ്ട് ആ നിയോഗം ഏറ്റെടുത്തത് അച്യുതമേനോനാണ്. അദ്ദേഹം ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചു. അതിലെ മുഖ്യമായ കാര്യം എല്ലാവർക്കും അറിവ് കൊടുക്കും. ഇന്ത്യയിൽ അത് ഇല്ലാത്തതാണ്. എല്ലാവർക്കും അന്തസ്സ് കൊടുക്കും. അത് എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയെപ്പോലെ ഒരു മുതലാളിത്ത ജന്മിത്ത സംവിധാനം കൊടികുത്തി വാഴുന്ന ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഒരുപാട് പേർക്ക് പലതരത്തിൽ സ്വാതന്ത്ര്യമില്ല. പട്ടിണി കിടക്കാനും കരയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടത് എന്നതൊഴിച്ചാൽ അതിന് പരിഹാരമായ സ്വാതന്ത്ര്യം പലയിടത്തുമില്ല. അപ്പോഴാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഈ കൊച്ചു കേരളത്തിൽ ഒരു പ്രകടന പത്രികയിലൂടെ അതിന്റെ ആകത്തുകയായി അച്യുതമേനോൻ പറയുന്നത്, നിങ്ങൾക്കെല്ലാം അറിവ് തരും. മഹാഭൂരിപക്ഷം മനുഷ്യന് അന്ന് പള്ളിക്കൂടത്തിൽ പോകാൻ കഴിയല്ല. മഹാഭൂരിപക്ഷം മനുഷ്യന് ലോകത്ത് സഞ്ചരിക്കാനുള്ള അറിവ് കിട്ടിയിട്ടില്ല. അത് തരും. രണ്ട്, നിങ്ങൾക്കൊരു അന്തസ് തരും. ഇത് രണ്ടും കൊടുക്കാനാണ് കേരളത്തിൽ വിദ്യാഭ്യാസ ബില്ലും ഭൂപരിഷ്കരണ ബില്ലും കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസ ബില്ലിലൂടെ നിങ്ങൾക്ക് അറിവ് തരും. ഭൂപരിഷ്കരണ ബില്ലിലൂടെ നിങ്ങൾക്ക് ഭൂമി കിട്ടുമ്പോൾ ഒരു അന്തസ് കിട്ടും. നിങ്ങൾക്കൊരു അഡ്രസ് കിട്ടും. നിങ്ങൾക്ക് ഞാൻ ഇന്നിടത്തെ ആളാണെന്ന് പറയാൻ ഒരു സൗകര്യം കിട്ടും. ഇത് രണ്ടും പ്രഖ്യാപിച്ചു. അപ്പൊ ഇത് രണ്ടും നടപ്പാക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. കാരണം കേരളവും കൊടികുത്തിയ ജന്മിത്വമാണ്. കൊടികുത്തിയ തരത്തിൽ അനാചാരങ്ങളും മറ്റൊരുപാട് തരം തെറ്റുകളും നിറഞ്ഞ ഒരു സമൂഹമാണ്. അവിടെ അച്യുതമേനോൻ എഴുതി പ്രകാശനം ചെയ്ത പ്രകടന പത്രിക അംഗീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചു. ആ മന്ത്രിസഭ അത് പ്രഖ്യാപിച്ചു. അദ്ദേഹം ഒരു കാര്യം അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത് ഇന്ത്യ എന്ന മുതലാളിത്ത രാജ്യത്തിനകത്ത് ജന്മിത്വവും മുതലാളിത്തവും കൊടികുത്തി വാഴുന്ന ഒരു രാജ്യത്ത് അതിനെ സംരക്ഷിക്കുന്ന നിയമങ്ങളുള്ള ഒരു സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നാൽ കേന്ദ്രവും സംസ്ഥാനവുമായി സംഘർഷം ഉണ്ടാവാൻ പാടില്ല. ഭരണഘടനയെ ബഹുമാനിച്ച് നിയമങ്ങളെ അംഗീകരിച്ച് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരാവകാശങ്ങൾക്കകത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത ചിലത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ പാവം മനുഷ്യർക്ക് നൽകണം. അപ്പോഴേ ഇത് വ്യത്യസ്തമാകും. എന്നാൽ അതിലൊരു സംഘർഷം പാടില്ല. അതിൽ വലിയ സമരങ്ങൾ വന്ന് ഒരു ഗവൺമെന്റും വേറൊരു ഗവൺമെന്റും തമ്മിൽ തീ കത്തുന്ന വിധം പോരാട്ടം പാടില്ല. അച്യുതമേനോൻ എന്നും ഒരു ജനാധിപത്യവാദിയായിരുന്നു. ഒരു സംസ്ഥാന ഗവൺമെന്റ് അധികാരാവകാശങ്ങൾക്കകത്ത് നിന്ന് വേണം ഇത് നടപ്പാക്കാൻ. അകത്ത് നിന്നത് നടപ്പാക്കാൻ കഴിയുന്ന, കേന്ദ്രത്തിന് പോലും തുറന്നെതിർക്കാൻ പറ്റാത്ത തരത്തിൽ ഈ മനുഷ്യന് ഭൂമിയും അന്തസ്സും അറിവും കൊടുക്കുന്ന ഒരു വഴി കണ്ടെത്തി എന്നതാണ് കേരളത്തിൽ അച്യുതമേനോന്റെ പ്രത്യേകത. ആ വഴി വെറും വഴിയല്ല. അച്യുതമേനോൻ അന്ന് സൃഷ്ടിച്ച വഴിയിലൂടെ അല്ലാതെ പിന്നെ കേരളത്തിലെ കോൺഗ്രസുകാരനും കേരള കോൺഗ്രസുകാരനും ലീഗുകാരനും അച്യുതമേനോനെ അന്ന് ഏറ്റവും ശക്തമായി കൊല്ലത്തെടുത്ത RSP ആണ്. RSPക്കും ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്തവണ്ണം അച്യുതമേനോൻ അവരുടെ എല്ലാം കഴുത്തിൽ ഈ കേരളത്തിന്റെ ആവശ്യങ്ങളുടെ ഒരു മുദ്രാവാക്യങ്ങൾ കെട്ടിയിട്ടു. അവിടെയാണ് അച്യുതമേനോൻ എല്ലാവരെയും ഭരണഘടനാപരമായിട്ടാണ് ബന്ധിപ്പിച്ചത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഇതിനൊക്കെ ഉള്ള ഒരു അവകാശം ഉണ്ട്. പക്ഷെ അത് സൂക്ഷ്മതലത്തിൽ
കണ്ടെത്തേണ്ട വഴികളാണ്. അത് കണ്ടെത്താനുള്ള മികവാണ് അച്യുതമേനോൻ പുലർത്തിയത്. അതുകൊണ്ട് അച്യുതമേനോൻ തന്നെ ഒരു കാര്യം ചെയ്തു. ആ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഏറ്റവും സുപ്രധാന വകുപ്പ്, ഇതിനെല്ലാം പണം കണ്ടെത്താൻ, ഇതിന്റെ സൗകര്യങ്ങൾ കണ്ടെത്താൻ, ഇതിന് നടപ്പാക്കാനുള്ള സന്ദർഭങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ധനകാര്യ വകുപ്പാണ്. അച്യുതമേനോൻ ആ ധനകാര്യ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തു. കേരളത്തിൽ ആദ്യത്തെ ബഡ്ജറ്റ് അദ്ദേഹം 57 അവതരിപ്പിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മറ്റു മുന്നണികളുടെയും കേരളത്തിന്റെ പ്രത്യേകത പറയുന്ന ക്ഷേമത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, അതിന്റെ സൗജന്യങ്ങളുടെ, മറ്റു പ്രത്യേകതകളുടെ, ആരോഗ്യ പരിരക്ഷണത്തിന്റെ, അതിന്റെ സൗജന്യങ്ങളുടെ എല്ലാം ആകത്തുക ചൂണ്ടിക്കാണിക്കുന്നത് ആ ബഡ്ജറ്റാണ്. അതൊരു വഴികാട്ടിയാണ്, അതൊരു വിളക്കാണ്. ആ വിളക്കണച്ചാൽ കേരളമില്ല. പിന്നെ കേരളം പലതും ഭരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വിളക്കണയ്ക്കാൻ പറ്റിയിട്ടില്ല. അത് അച്യുതമേനോൻ കൊളുത്തിയ വിളക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദത്തോടെ, പ്രത്യേകിച്ച് എമ്മന്റെ അനുവാദത്തോടെ അച്യുതമേനോൻ കൊളുത്തി വെച്ച വിളക്കാണ്. അതാണ് അച്യുതമേനോൻ. അപ്പോഴാണ് സ്വാഭാവികമായി വിദ്യാഭ്യാസ ബില്ല് വന്നു. എല്ലാവരും പഠിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല. ഇപ്പോഴും UP-യിൽ ഒരുപാട് പേരെ പഠിപ്പിക്കാൻ സ്കൂള് കൊടുക്കാത്തത് അവിടുത്തെ ജന്മിമാർക്ക് അവരുടെ പുരയിടങ്ങളിൽ ഇഷ്ടപ്പെട്ട കൂലി അവർ കൊടുക്കുമ്പോൾ അത് മേടിച്ച് ജോലി ചെയ്യാൻ ആടില്ലാതാകുമോ എന്ന പേടിയുണ്ടാകും. ഇപ്പോഴും അതൊക്കെയുണ്ട്. അവിടെയാണ് എല്ലാവർക്കും പഠിക്കാൻ വിദ്യാലയങ്ങൾ ഉണ്ടാവണം. ആ വിദ്യാലയങ്ങളിൽ എല്ലാവരും പഠിക്കണം. അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂലധനമെന്ന് 57-ലെ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞ് അതെല്ലാവർക്കും നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. അതിന്റെ പേരിലാണ് 57-ൽ അദ്ദേഹം മത്സരിച്ചത് അരിവാൾ നെൽക്കരയിൽ തന്നെ. അതിനു മുമ്പ് മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ്. ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹവും ജയിച്ചത് തൃശൂർ മണലൂരിൽ നിന്നാണ്. അപ്പം അത് കൊണ്ടുവന്നപ്പോ തന്നെ എതിർപ്പ് ഒരുപാടുണ്ടെങ്കിലും ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അങ്ങനെ അങ്ങ് എതിർക്കാൻ പറ്റാത്ത ഒരു തലം അതിനകത്തുണ്ട്. അപ്പോഴാണ് റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ ഭൂപരിഷ്കരണ ബില്ല് കൂടി കൊണ്ടുവരുന്നത്. സ്വാഭാവികമായി എല്ലാ വർഗപരമായ സാധാരണ മനുഷ്യനെ എതിര് നിൽക്കുന്ന മനസ്സുകളും യോജിച്ചപ്പോൾ അവർക്ക് മറ്റൊരു വഴിയുമില്ല, രാഷ്ട്രീയമായി നേരിടാൻ പറ്റില്ല. അങ്ങനെയാണ് ജാതി മത ബോധത്തെ അവർ ഉണർത്തുന്നത്. അത് ബോധപൂർവമാണ്. കോൺഗ്രസിനോ മറ്റേതെങ്കിലും പാർട്ടിക്കോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പാവങ്ങളുടെ പക്ഷത്ത് നിന്ന് അവന്റെ ഭാവിക്ക് വേണ്ടി മുൻവെച്ച ഇത് രണ്ടിനെയും അതിന്റെ അനുബന്ധമായ പലതിനെയും എതിർക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം കൊണ്ട് എതിർക്കാൻ പറ്റും, അത് ജാതി മതബോധം കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം കോൺഗ്രസ് രംഗത്ത് വരാൻ അറച്ചു. അവിടെ മുസ്ലിം നേതൃത്വവും സഭാ നേതൃത്വവും നായർ നേതൃത്വവും ഈഴവ നേതൃത്വവും എല്ലാ ജാതിമത നേതൃത്വവും കൂടെ ഒരുമിച്ച് രംഗത്ത് വന്നു. അപ്പൊ കോൺഗ്രസിലെ അന്നത്തെ നേതാക്കന്മാരിൽ തർക്കം ഉണ്ടായിരുന്നു. ഇതിനെ ഇങ്ങനെ എതിർക്കുന്നത് ശരിയാണോ, ഇത് നാളെ നമ്മളെയും പിടികൂടുകയല്ലേ എന്ന തർക്കം ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസിലെ നേതൃത്വത്തിലെ ഭൂരിപക്ഷത്തിന്റെ വർഗ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് വിരോധമെന്ന ഒറ്റ കാര്യത്തിൽ അധിഷ്ഠിതമായി. അതുകൊണ്ട് അവർ ഈ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്നു. അങ്ങനെയാണ് വിമോചന സമരം എന്ന വാക്ക് കോൺഗ്രസ് നേതാവായ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉയർത്തുന്നത്. ആ വിമോചന സമരം പിന്നെ തെറ്റാണെന്ന് AK ആന്റണിയും വയലാർ രവിയും ഒക്കെ പറഞ്ഞു. പക്ഷെ ആ തെറ്റവർ ചെയ്തു.
സത്യത്തിൽ കോൺഗ്രസിനെ തന്നെ വർഗീയതയിൽ നിന്ന് മുക്തമാക്കാൻ കഴിയാത്ത ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഇന്ത്യ കൊടുത്ത മരണ വാറണ്ടാണ് വിമോചന സമരം. അത് പിന്നെ കോൺഗ്രസ് അംഗീകരിച്ചു. കോൺഗ്രസിലെ ചെറുപ്പം, കോൺഗ്രസിലെ പുതിയ നേതൃത്വം. പക്ഷെ അതവർ നടത്തിയപ്പോൾ ഒരുപാട് അക്രമ സമരങ്ങൾ നടന്നു. ആ സമരങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരായിരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് അത് നേരിടാൻ പ്രയാസമായപ്പോൾ ആ വകുപ്പ് മുഖ്യമന്ത്രിയായി EMS ഏറ്റെടുത്തു. EMSനും നേരിടാൻ പ്രയാസമായി. അങ്ങനെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വിമോചന സമരത്തിന്റെ കാലത്ത് അച്യുതമേനോൻ ഏറ്റെടുക്കുന്നത്. അച്യുതമേനോൻ ഒരു പ്രത്യേകതയുണ്ട്. ഏത് തീരുമാനവും എടുക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അച്യുതമേനോനെ നേതാക്കന്മാരുടെ നേതാവാക്കുന്നത്. ഒരു നേതാവാകാൻ അധിക പ്രയാസമില്ല. പക്ഷെ നേതാക്കന്മാരുടെ നേതാവാകണമെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാവണം. അത് അച്യുതമേനോനുണ്ടായിരുന്നു. അച്യുതമേനോൻ ഒറ്റ കാര്യം മാത്രം കേരളത്തിലെ പ്രതിപക്ഷ സമൂഹത്തോട് പറഞ്ഞു: സമരം ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷേ കലാപം നടത്താൻ അവകാശമില്ല. കലാപം നടത്തുകയാണെങ്കിൽ അതിനെ അടിച്ചമർത്തും. അപ്പൊ അച്യുതമേനോൻ ഏറ്റെടുത്തതിന് ശേഷം അച്യുതമേനോൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തോട് പറഞ്ഞു: ഏതെങ്കിലും തരത്തിൽ ശരിയായ കാര്യങ്ങൾക്ക് ശരിയായ സമരം നടത്തുകയാണെങ്കിൽ ചർച്ചയാവാം. തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഒത്തുതീർപ്പ് ചർച്ചയുമാവാം. പക്ഷേ മനുഷ്യനെ വേട്ടയാടുന്ന വിധം, സമൂഹത്തിന്റെ സമാധാനം തകർക്കും വിധം കലാപമാണ് ലക്ഷ്യമെങ്കിൽ അതിനെ അടിച്ചമർത്തണം. സ്വാഭാവികമായി പോലീസുകാർ അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കലാപ സ്വഭാവമുള്ള, ഗൂണ്ടാ സ്വഭാവമുള്ള, തെറ്റ് ചെയ്യുന്ന പ്രവർത്തികളെ അടിച്ചമർത്താൻ തീരുമാനിച്ചു. അപ്പൊ കോൺഗ്രസിനാണെങ്കിലും വരുന്നവർക്കാണെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് ശരിയായ മർദ്ദനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കിട്ടുമെന്ന് നോക്കിയാൽ അവർക്ക് ഭയമാവും. അവർ ഭയന്നുപോയി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഈ കേരളത്തിലെ ഗവൺമെന്റിനോട്, ആ ഗവൺമെന്റിനെ സഹായിക്കുന്ന പാർട്ടിയോട്, അതിന്റെ ശക്തിയോട് ഈ എല്ലാ മതജാതി സംഘടനകളും ചേർന്നാലും ഏറ്റുമുട്ടി ജയിക്കാനുള്ള ശക്തി ഈ വിമോചന സമരത്തിന്റെ പിന്നിലുള്ളവർക്കില്ല. അങ്ങനെയാണ് അവർ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു ഒരു ജനാധിപത്യവാദിയാണ്. ജവഹർലാൽ നെഹ്റുവിന് ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല, ക്രമസമാധാന പരിപാലനത്തിന്റെ പേരിൽ. അപ്പൊ ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പുമായി ചർച്ച ചെയ്ത് പറഞ്ഞത്, അവിടെ പ്രശ്നമാണ്, നിങ്ങൾ പിരിഞ്ഞു പോകണം, നമുക്ക് ഇലക്ഷൻ ഉടനെ നടത്താം. നിങ്ങൾ മുൻവയ്ക്കുന്ന ആശയങ്ങൾ ജനത്തിന്റെ മുമ്പിൽ വയ്ക്കുക, എതിരാളികൾ അവരുടെ ആശയങ്ങളും ജനത്തിന്റെ മുമ്പിൽ വയ്ക്കട്ടെ, ഏതാണ് ശരിയെന്ന് ജനം തീരുമാനിക്കട്ടെ, നിങ്ങൾ പിരിഞ്ഞു പോകണം. അപ്പൊ എമ്മനാണ് അതിലൊരു നിലപാടെടുത്തത്. എമ്മൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യല, ഞങ്ങൾ പിരിഞ്ഞു പോകല, ഞങ്ങളെ നിങ്ങൾക്ക് പിരിച്ചുവിടാം, ഞങ്ങൾ രക്തസാക്ഷികളാണ്, എന്നിട്ട് നിങ്ങൾ പറയുന്ന ജനത്തിന്റെ മുമ്പിൽ ഞങ്ങളും ഈ സമരം നടത്തിയ നിങ്ങളെ ആശീർവാദമുള്ള അവരും പോട്ടെ, ജനം തീരുമാനിക്കട്ടെ എന്താണ്. അവസാനം എമ്മന്റെ വാദത്തിന് പ്രാമുഖ്യം കിട്ടി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചില്ല, രക്തസാക്ഷിയാവാൻ തീരുമാനിച്ചു. അതിന് സാഹചര്യമൊരുക്കാനാണ് അന്ന് നെഹ്റുവിന്റെ ആശീർവാദത്തോടെ കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റ് നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധിയെ തന്നെ കേരളത്തിലെ ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരു സംഘത്തെ അയച്ചു. ഇന്ദിരാഗാന്ധി ഒരു റിപ്പോർട്ട് കൊടുത്തു. ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ നെഹ്റുവിനോളം ജനാധിപത്യ ബോധം ഇല്ലായിരുന്നുവെന്ന്
അടിയന്തരാവസ്ഥ പിന്നെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകുമായി. അപ്പൊ ആ റിപ്പോർട്ടിൽ കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ ശുപാർശ. നെഹ്റുവിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1959 ജൂലൈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ നെഹ്റുവിന്റെ കാലത്തെ ജനാധിപത്യവാദിയായ നെഹ്റുവിന്റെ മുമ്പിലെ ഒരു കറുത്ത പാടായി എന്നും കിടക്കുന്ന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് സ്വാഭാവികമായി ഇലക്ഷൻ നെഹ്റു പറഞ്ഞതുപോലെ തന്നെ നടത്തി, പെട്ടെന്ന് നടത്തി. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 57 ഇലക്ഷൻ പോലെ ആയിരുന്നില്ല. 60 ഇലക്ഷനിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം ഒരു മാലയിലെ മുത്തുകൾ പോലെ കൈകൊത്തു. കമ്മ്യൂണിസ്റ്റുകാരൻ ഒറ്റയ്ക്ക് മത്സരിച്ചു. എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ചേർന്ന് വോട്ട് സമാഹരിച്ചപ്പോൾ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൂടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ നിന്ന ഒരു മനുഷ്യനും പോയില്ല. എല്ലാവരും ഉറച്ചു നിന്നു. പക്ഷേ ഭരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല. കാരണം അവരെല്ലാം ചേർന്ന് ഒന്നായി മത്സരിച്ചു. ആ മത്സരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തായി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിമോചന സമരം കഴിഞ്ഞ് ഒരു ഗവൺമെന്റ്, ആദ്യം PSPയുടെ മുഖ്യമന്ത്രി പട്ടത്താണുള്ള, പിന്നെ അത് മാറി ആർശക്കരൊക്കെ വരുന്നുണ്ട്, അതുണ്ടായി. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മഹത്യ നടന്നത് 60-ലല്ല. 60-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷി പരിവേഷത്തോടെ മനുഷ്യന്റെ മനസ്സിൽ ആദരവ് നേടി നിന്നു. 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പുണ്ടായി. അതൊരു ആത്മഹത്യയാണ്. അതിനെ ഏറ്റവും ശരിയായി കേരളത്തിൽ വിലയിരുത്തിയത് അച്യുതമേനോനാണ്. കാരണം അച്യുതമേനോൻ കേരളത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അച്യുതമേനോൻ പറഞ്ഞു, ആരെയും സ്വാധീനിക്കാൻ പാടില്ല. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടി ഉണ്ടായാൽ അത് അവിടം കൊണ്ട് നിൽക്കുകയല്ല, പല പാർട്ടികളുണ്ടാവും. പാർട്ടിയുടെ സമരമാണ് രണ്ടാവുന്നത്. അതാണ് ശോഷിക്കുന്നത്. അതനുസരിച്ച് മൂല്യങ്ങളാണ് ഇല്ലാതാവുന്നത്. അതനുസരിച്ച് നമുക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ക്വാളിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആളെ പിടിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഒരുപാട് പ്രചരണം നടത്താൻ പാടില്ല. അത് പിന്നെ ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അച്യുതമേനോനെതിരെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അച്യുതമേനോൻ അന്ന് പറഞ്ഞു, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും, അവസാനം അതൊരു ദുരന്തത്തിലെത്തും. അത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ അച്യുതമേനോൻ അത് കഴിഞ്ഞ് സ്വാഭാവികമായി ചില നല്ല ഗവേഷകർ കേരളത്തിൽ പറഞ്ഞു, 64-ൽ പാർട്ടി പിളരാതിരുന്നെങ്കിൽ, 64-ൽ തന്നെയാണ് കോൺഗ്രസും പിളർന്ന് കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത്. 65-ൽ പിളരാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇലക്ഷനിൽ മത്സരിച്ചതെങ്കിൽ ഉറപ്പായി കേരളത്തിൽ CPI അധികാരത്തിലെത്തുമായിരുന്നു. പക്ഷെ ചരിത്രത്തിലെങ്കിൽ എന്നൊന്നില്ല. അതുകൊണ്ട് നമുക്ക് അത് പറഞ്ഞ് ആസ്വദിക്കാനും ആശ്വസിക്കാനും പറ്റുകയില്ല. 67-ൽ പിളർന്നു മാറിയ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടായി. കോൺഗ്രസിനെതിരെ മത്സരിച്ചു, വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. പക്ഷേ അത് 69-ൽ തകർന്നു. രാജ്യസഭാംഗമായിരുന്ന അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായി. ആ ഗവൺമെന്റാണ് 1970 ജനുവരി 1-ന് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കേരളത്തിലെ സഞ്ചാരം. അത് കഴിഞ്ഞ് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിൽ 70-ൽ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം നേടി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു.
ഇവിടെ നേരത്തെ ദിനേശ് ബാബു പറഞ്ഞതുപോലെ ഈ കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് അടിത്തറയിട്ടത്, അതിന് കല്ലിട്ടത് 57-ലാണെങ്കിൽ കട്ട വെച്ചത് 70-ലെ ഗവൺമെന്റ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് കേരളത്തിൽ. എപ്പോഴാണ് കേരളത്തിൽ ഒരു കാർഷിക സർവകലാശാല ഉണ്ടായത്? അതിനൊരു തുടർച്ചയില്ലാതെ പോയിട്ടുണ്ട്. അത് ആ കാലത്താണ്. എങ്ങനെയാണ് ശ്രീചിത്ര സെന്റർ ഉണ്ടായത്? അതിന് തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെത്രയോ മുമ്പ് കേരളത്തിൽ എയിംസ് വന്നു പോയേനെ. കേരളത്തിൽ മെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ വന്നു പോയേനെ. അപ്പൊ ചിലതൊക്കെ വരാതിരുന്നത് കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം കൊണ്ടാണ്. ചിലതൊക്കെ വരാതെ പോയത് തുടർച്ചയില്ലായ്മ. അപ്പൊ തുടർച്ച ഉണ്ടെങ്കിലേ ശരിയായി വളർച്ച ഉണ്ടാവും. വളർച്ച ഉണ്ടെങ്കിലേ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അച്യുതമേനോന്റെ കാലത്ത് വന്ന ഒരുപാട് തൊഴിൽ പ്രതിസന്ധികളുണ്ട് കേരളത്തിൽ. കൊല്ലത്ത് വന്ന ഒരു പ്രതിസന്ധി കശുവണ്ടി പ്രതിസന്ധിയാണ്. അങ്ങനെയാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉണ്ടാവുന്നത്. ആലപ്പുഴ വന്നത് പ്രധാനമായി കയർ പ്രതിസന്ധിയാണ്. അങ്ങനെയാണ് കയർ വികസന കോർപ്പറേഷൻ ഉണ്ടാവുന്നത്. കണ്ണൂരിൽ വന്നത് ദിനേശ് ബീഡിക്ക് മുമ്പുള്ള ഗണേഷ് ബീഡിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. അങ്ങനെയാണ് ദിനേശ് ബീഡി കമ്പനി ഉണ്ടാവുന്നത്. അതായത് ഏത് പ്രതിസന്ധിയിലും ഒരു പരിഹാരമുണ്ട്. പരിഹാരത്തിൽ 2 അംശങ്ങൾ കാണാം. ഒന്ന്, ഒരു ജനപക്ഷ അംശം കാണാം. 2, ഒരു ആധുനികവൽക്കരണ അംശം കാണാം. അങ്ങനെ നിൽക്കും. ലോകത്ത് ഏത് നിൽക്കണമെങ്കിലും അങ്ങനെ നിൽക്കും. അംബാസഡർ കാർ റോഡിലില്ല, അത് പൂട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് കാറുകളുടെ ബാഹുല്യം ഉണ്ടായപ്പോൾ അംബാസഡർ കാർ കമ്പനി ഒരു മാറ്റത്തിനും തയ്യാറായില്ല. മാർക്സിസം തന്നെ അടിസ്ഥാനമായി മാറ്റമാണ്. മാറ്റമില്ലെങ്കിൽ ഒന്നും നിൽക്കുകയല്ല, മനുഷ്യനും നിൽക്കുകയല്ല, പാർട്ടിയും നിൽക്കുകയല്ല. ഏത് നിൽക്കണമെങ്കിലും മാറ്റം വേണം. ഒരു ആധുനിക ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന മാറ്റം വേണം. ആ മാറ്റമാണ് അച്യുതമേനോൻ കൊണ്ടുവന്നത്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ താഴെത്തട്ടിലെ മനുഷ്യന് ആ മാറ്റത്തിന്റെ ഗുണം കിട്ടാവുന്ന തരത്തിൽ അത് അവന്റെ പക്ഷമാവണം. അങ്ങനെ അച്യുതമേനോൻ കൊണ്ടുവന്നു. അച്യുതമേനോന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരുപക്ഷെ അപൂർവം നേതാക്കന്മാർക്ക് മാത്രം സാധ്യതപ്രായമായ ഒരു പ്രത്യേകത, അച്യുതമേനോൻ 67-ാമത്തെ വയസ്സിൽ സ്വയം തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് ഒരു ഉദയസൂര്യനെ പോലെ നിൽക്കുന്ന കാലത്ത് അദ്ദേഹം പിന്മാറി. ആര് നിർബന്ധിച്ചിട്ടും പിന്നെ മത്സരിച്ചില്ല. 1977 മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ പ്രായമേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അതാണ് പിന്മാറാനുള്ള ശരിയായ പ്രായം. അച്യുതമേനോനെ പലരും നിർബന്ധിച്ചു. ഞാൻ അച്യുതമേനോൻ അവസാനമുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലോ എക്സിക്യൂട്ടീവിലോ ഒന്നും ഇരുന്നില്ല. അപ്പൊ ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, അച്യുതമേനോനുള്ള. അപ്പൊ അച്യുതമേനോനോട് എല്ലാവർക്കും ബഹുമാനമുണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബഹുമാനമുണ്ട്. ബഹുമാനം എന്ന് വെച്ചാൽ ഒരു ആദരവിന്റെ അങ്ങേയറ്റത്തെ മനുഷ്യനാണ് അച്യുതമേനോൻ. അധികം സംസാരിക്കില്ല. അച്യുതമേനോൻ അവസാനം പറഞ്ഞ, എനിക്ക് ഏതെങ്കിലും ചുമതല നിങ്ങൾ തരണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ എനിക്ക് ബാലവേദിയുടെ ചുമതല തന്നാൽ മതി. അതായത് തന്റെ അനുഭവങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന, എന്നിട്ട് അന്ന് യൂത്തിന്റെ 82-ൽ യൂത്തിന്റെ ചുമതല എനിക്കായതുകൊണ്ട് അച്യുതമേനോൻ തന്നെ അതിൽ പേരുകൾ നിർദ്ദേശിച്ചു. ഇന്നാരൊക്കെ അതിനകത്ത് വേണം. അതിൽ എന്റെ പേരും ഉണ്ടായി. അപ്പൊ അച്യുതമേനോനൊപ്പം ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഒരനുഭവം എനിക്കുണ്ട്. അതൊരു അസാധാരണ മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ പൂർണ്ണതയാണ്. അത്തരം പൂർണ്ണരായ മനുഷ്യരെ സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്, അതിന്റെ ദർശനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അച്യുതമേനോൻ. അച്യുതമേനോന് ചില നിഷ്ഠകളുണ്ടായി, ചില കൃത്യതയുണ്ടായിരുന്നു. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു സംഭവം പറയുന്നുണ്ട്. അത് മിക്കവാറും ഈ
കണ്ണൂരിലെ KPP നമ്പ്യാരെ കെൽട്രോണിന്റെ ചുമതലയിലേക്ക് കൊണ്ടുവന്നത് അച്യുതമേനോനാണ്. അപ്പൊ കൊണ്ടുവരുമ്പോ അന്ന് പലരും എതിരൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റിലെ IAS ആ വിഭാഗമൊക്കെ എതിരായിരുന്നു. പക്ഷെ ഒരു ശരിയായ എഞ്ചിനീയർ, ലോകത്തെ അറിഞ്ഞയാൾ, അതിന്റെ ടെക്നോളജി മുഴുവൻ മനസ്സിലാക്കിയ ഒരാൾ അതിലേക്ക് വരണമെന്ന് അച്യുതമേനോന്റെ നിർബന്ധം കാരണം KPP നമ്പ്യാർ വന്നു. KPP നമ്പ്യാർ അച്യുതമേനോനെ പോലെ തന്നെ സമയനിഷ്ഠയുള്ള ആളാണ്. അപ്പൊ അച്യുതമേനോൻ സാധാരണ 3 മണിക്ക് ഒരു യോഗം വിളിച്ചാൽ, ഏതെങ്കിലും ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്റെ കീഴിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വകുപ്പും കൂടെയുള്ള അതിന്റെ കീഴിൽ ഒരു യോഗം വിളിച്ചാൽ 3 മണിക്ക് അച്യുതമേനോൻ യോഗം വിളിച്ചാൽ 2:55 അച്യുതമേനോൻ എത്തും. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ടവരുമെല്ലാം 2:50 എത്തും. അതാണ് അച്യുതമേനോന്റെ ശീലം. അപ്പൊ ഈ KPP നമ്പ്യാരുമായി ബന്ധപ്പെട്ട് ഈ ആ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനികളുടെ ഒരു യോഗം ഒരു ദിവസം 3 മണിക്ക് അച്യുതമേനോന്റെ ചേംബറിൽ വിളിച്ചു. അപ്പൊ KPP നമ്പ്യാർ 2:55 അപ്പൊ ബാക്കി ഉദ്യോഗസ്ഥന്മാരെല്ലാം 2:50 വന്നു. കാരണം ഇവർ രണ്ടുപേരെയും ബാക്കിയുള്ളവർക്കറിയാം. അച്യുതമേനോൻ എന്തോ കാരണത്താൽ അന്ന് 3:05 വന്നത്. അപ്പൊ ഈ KPP നമ്പ്യാരുടെ സ്വഭാവം അനുസരിച്ച് കൃത്യസമയം കഴിഞ്ഞ് 2 മിനിറ്റ് കൂടിയിരിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം പോകും. അപ്പൊ 3:02 അച്യുതമേനോൻ വരുന്നെങ്കിൽ എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് ഒരു കുറിപ്പെഴുതി വെച്ച് KPP നമ്പ്യാർ പോയി. അപ്പൊ 3:05 അച്യുതമേനോൻ വന്നു. അച്യുതമേനോൻ വന്ന് ഈ കുറിപ്പ് കണ്ടു. കുറിപ്പ് കണ്ടപ്പോൾ അച്യുതമേനോന് ഒരുതരം നിരാശ തോന്നി. എന്റെ കുറ്റം കൊണ്ട് ഒരു യോഗത്തിൽ മറ്റൊരു പ്രമുഖനായ മനുഷ്യന്റെ സമയം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന കുറ്റബോധമാണ്, അല്ലാതെ ദേഷ്യമല്ല. ഇപ്പോഴൊരുപാട് പേർക്ക് ദേഷ്യം ഉണ്ടാവും. ദേഷ്യം ഉണ്ടായി ചിലപ്പം സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് അങ്ങനെയല്ല. അച്യുതമേനോൻ അപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് ഒരു കത്തെഴുതി. എന്റെ ഒരു തെറ്റായ സമയക്രമം കൊണ്ട് അങ്ങയ്ക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു. അടുത്ത് അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം അങ്ങ് നിർദ്ദേശിക്കുമെങ്കിൽ ഞാൻ എന്റെ ഏത് സമയവും ക്രമപ്പെടുത്തി ആ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ്. പ്രിയപ്പെട്ട അച്യുതമേനോൻ അപ്പോൾ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ടു കൊടുത്തു. അദ്ദേഹം വേറൊരു സമയം കൊടുത്തു. ആ യോഗം കൂടി. ഇത് KPP നമ്പ്യാർ തന്നെ കേരളത്തിൽ അദ്ദേഹത്തെ അച്യുതമേനോനെ കുറിച്ചുള്ള ഓർമ്മകൾ എഴുതി. അതാണ് അച്യുതമേനോൻ. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരൊക്കെ മിക്കവാറും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ്. ഏറ്റവും കുറച്ച് പരിപാടികളിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി അച്യുതമേനോനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമല്ലാത്ത പരിപാടികളിൽ അദ്ദേഹം പോവുകയില്ല. അദ്ദേഹം പറയും, അതിന് പറ്റിയ ആളുകളെ വിളിച്ച് നിങ്ങൾ ആ പരിപാടി നടത്തുക. എനിക്കിവിടെ ഇരുന്ന് ചില ഫയലുകൾ നോക്കാനും ചില തീരുമാനങ്ങൾ എടുക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആലോചിക്കാനും എനിക്ക് സമയം വേണം. ഇതാണ് അച്യുതമേനോൻ. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും ഭാരമുള്ളത് കുറച്ച് പുസ്തകങ്ങളായിരുന്നു. അദ്ദേഹം തിരിച്ചു പോയപ്പോൾ അതിനേക്കാൾ ഭാരമുള്ളത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പുസ്തകത്തിന്റെ കെട്ടുകൾ. ബാക്കി കൊണ്ടുവന്ന എല്ലാ ഭാരവും കുറവായി, വസ്ത്രം ഉൾപ്പെടെ. അതാണ് അച്യുതമേനോൻ. ഏത് വീട്ടിൽ നിന്നാണോ അദ്ദേഹം വന്നത് ആ വീട്ടിലേക്കാണ് അദ്ദേഹം തിരിച്ചു പോയത്. അവിടുത്തെ പാർട്ടി സാക്കളാണ് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതിയ പെയിന്റൊക്കെ അടിച്ച് അത് 7 വർഷത്തിന് ശേഷം താമസിക്കാമെന്ന് യോഗ്യമാക്കി കൊടുത്തത്. അച്യുതമേനോൻ സഞ്ചരിക്കുന്നത് പലപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ബസ്സിലായി. അങ്ങനെ ബസ്സിൽ സ്ഥിരം സഞ്ചരിക്കുമ്പോൾ അത് വാർത്തയല്ലാതാവും. മറ്റൊരു മുഖ്യമന്ത്രി അങ്ങനെ ഉണ്ടായിരുന്നത് PKB ആയി. രണ്ടും CPI ആണ്. ആ അച്യുതമേനോൻ തൃശ്ശൂരിൽ എല്ലാ ദിവസവും
വൈകിട്ട് നേരത്ത് തേക്കങ്കാട് മൈതാനത്തിൽ അതിന്റെ റൗണ്ടിലൊന്നും നടക്കാൻ ഇറങ്ങി. അപ്പൊ അതിന്റെ തെക്കേ നടയിൽ എപ്പോഴും ഏതെങ്കിലും ഈ യോഗം ഉണ്ടാവും. ഏത് യോഗമാണെങ്കിലും അദ്ദേഹം വന്ന് നിന്ന് കേൾക്കും, മറ്റു പരിപാടി ഇല്ലെങ്കിൽ. അങ്ങനെ കേൾക്കുന്ന നേരത്ത് അച്യുതമേനോന് അറിയാവുന്ന ആരെങ്കിലും ഒരു കസേര കൊണ്ടുവന്നിട്ട് കൊടുക്കും. അങ്ങനെ ഇട്ടുകൊടുത്താൽ അതിലിരുന്ന് കേൾക്കും. ഏത് ചെറിയ കാര്യവും അച്യുതമേനോൻ വലുതായി കണ്ടെന്ന് മാത്രമല്ല, അതിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ടെന്ന് അച്യുതമേനോൻ ശ്രദ്ധിച്ചു. അത് അച്യുതമേനോന്റെ ഡയറി കുറിപ്പുകൾ വായിച്ചാൽ മനസ്സിലാവും. അതിലെല്ലാം നിന്ന് കേട്ട പ്രസംഗങ്ങളും ആ പ്രസംഗിച്ച ആളിന്റെ പേരും അതിന്റെ പ്രത്യേകതയും ഒക്കെയാണ് അച്യുതമേനോൻ എഴുതിയിരിക്കുന്നത്. അച്യുതമേനോന് ജീവിക്കാൻ ഒരുപാട് തരത്തിൽ സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വീട്ടിലെ തേങ്ങ അടർത്തി വിറ്റും മറ്റ് ചെലവുകൾ നടത്തിയിരുന്നത്. അച്യുതമേനോനാകെ അന്ന് ചെറിയ പെൻഷനേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക്. മറ്റെഴുത്തിന്റെ വരുമാനമാണ്, അതും ചെറിയ തരത്തിലാണ്. അതുകൊണ്ട് അച്യുതമേനോൻ അത്യാവശ്യം സ്വന്തം കാര്യങ്ങളും തനിക്ക് ഏതെങ്കിലും സംഭാവനയൊക്കെ കൊടുക്കണമെങ്കിൽ അതും നടത്തുന്നതല്ലാതെ വീട്ടു ചെലവ് നടത്തുന്നതെല്ലാം ഭാര്യയാണ്. ഭാർഗവനാശാൻ പലപ്പോഴും പറയും, ഈ അമ്മമാരും ഭാര്യമാരും വീട്ടു ചെലവ് നടത്താനില്ലായിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളെല്ലാം പട്ടിണി കിടന്ന് മരിച്ചു പോകുമായിരുന്നു. ആശാൻ പറയും, ആശാന്റെ ചെലവും നടത്തിയിരുന്നത് ആശാന്റെ ഭാര്യയാണ്, ഭാര്യ ടീച്ചറായതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ ആ അച്യുതമേനോൻ നമുക്ക് മുന്നിലൂടെ നടന്നുപോയ പൂർണ്ണനായ ഒരു മനുഷ്യനാണ്. ഒരധികാരത്തോടും ആർത്തിയില്ലാതിരുന്ന ഒരു മനുഷ്യൻ. എപ്പോ വേണമെങ്കിലും തനിക്ക് തീരുമാനിച്ച് തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്യാവുന്ന മാനസികാവസ്ഥയുമായി നടന്ന ഒരു മനുഷ്യൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ മാത്രമല്ല, പൊതുപ്രവർത്തകർക്കിടയിൽ പൊതുവേ കാണാത്ത ഒരുപാട് തിളക്കമുള്ള, അതിനേക്കാൾ ആദർശത്തിന്റെ ഒരു മുത്ത് ജീവിതത്തിലകത്തെപ്പോഴും സൂക്ഷിച്ച ഒരു മനുഷ്യൻ, അതാണ് അച്യുതമേനോൻ. അച്യുതമേനോന് തുല്യത വയ്ക്കാൻ കഴിയുന്ന ഒന്നും കേരളത്തിൽ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ വേറെയില്ല. അദ്ദേഹത്തിന്റെ മിടുക്കും അദ്ദേഹത്തിന്റെ ഭാവനയും അദ്ദേഹത്തിന്റെ അറിവും ശരിയായി കേരളത്തിലെ വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ പോയതിന്റെ ഒരു കാര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ പിളർപ്പാണ്. അത് അദ്ദേഹത്തെ മാത്രമല്ല, ഒരുപാട് പേരുടെ കഴിവും ഒരുപാട് പേരുടെ ഭാവനയും ഒരുപാട് പേരുടെ അറിവും ചേർത്ത് വയ്ക്കാൻ കഴിയാതെ പോയ, കേരളത്തിൽ ഒരുപക്ഷെ കിട്ടേണ്ടത് കിട്ടാതെ പോയ ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹത്തിന് വ്യസനമുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, കുട്ടികളോടും പറഞ്ഞു, അതുകൊണ്ട് വെറുതെ ഇരിക്കരുത്. ചരിത്രത്തിൽ തെറ്റുകൾ സംഭവിക്കും, ചരിത്രത്തിൽ ചില പെശകുകൾ ഉണ്ടാവും. അത് ഏത് കാലത്തും ഏത് ലോകത്തും എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തിയേ ഇനി വഴിയുള്ളൂ എന്ന് വെക്കരുത്. നമുക്ക് മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മാതൃകയായിരിക്കണം. തെറ്റ് ചെയ്യാത്ത, അഴിമതി നടത്താത്ത ത്യാഗധനന്മാരായ മറ്റുള്ളവർക്ക് നോക്കിയാൽ ആദരവ് തോന്നുന്ന തരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു അച്യുതമേനോൻ. അദ്ദേഹം ഏതെങ്കിലും പ്രസിദ്ധിയോ ഏതെങ്കിലും തരത്തിലുള്ള തന്റെ ചില കാര്യങ്ങൾ പർവ്വതീകരിച്ച് ലോകം ആദരിക്കുന്ന തരത്തിൽ മാറണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോഴും ചെറുപ്പമായിരുന്നപ്പോഴും പാർട്ടി നേതാവായിരുന്നപ്പോഴും ഭരണകർത്താവായിരുന്നപ്പോഴും ആ ഭരണത്തിൽ താൻ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയപ്പോഴും അതിനൊരു ചിട്ടയും ക്രമവും കൊണ്ടുവന്നപ്പോഴും അദ്ദേഹം ഒരു പൂർണ്ണനായ മനുഷ്യനായിരുന്നു. അങ്ങനെ പൂർണ്ണനായ ഒരു പൊതുപ്രവർത്തകനെ കേരളത്തിൽ നമ്മൾ തിരഞ്ഞാൽ വേറെ കാണാൻ പ്രയാസമാണ്. അതാണ് അച്യുതമേനോൻ. ആ അച്യുതമേനോന്റെ ഓർമ്മ ദിനമാണിന്ന്. ആ ഓർമ്മ ദിനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ചെറുതും വലുതുമായ ഓരോ പരിപാടികൾ
ആവിഷ്കരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് ഈ ജാഥകൾ ഒരുപാട് നടക്കുന്നത് കൊണ്ടും ഓണക്കാലം വന്നു ചേരുന്നത് കൊണ്ടും ഇന്നലെ സ്വാതന്ത്ര്യദിന പരിപാടി ഒക്കെ ആയിരുന്നത് കൊണ്ടും ആലോചിച്ചപ്പം ഞാനും സുബാലും ഒക്കെ കൂടെ ആലോചിച്ചപ്പോൾ സുബാലി പ്രദീപിനോട് ചോദിച്ചപ്പോൾ പ്രദീപ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ നടത്താം. പക്ഷെ സുബാൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നടത്തുന്നെങ്കിൽ അണ്ണം വരണം എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഈ പ്രദീപ് നടത്തിയ സ്ഥിതിക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നു, നിങ്ങളോട് സംസാരിച്ചു. അച്യുതമേനോനെ നിങ്ങൾ പലതരത്തിൽ മാതൃകയാക്കുക. സൽസ്വഭാവത്തിലും കഴിവിലും കാര്യങ്ങൾ പഠിക്കുന്നതിലും അത് ലളിതമായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിലും മാതൃകയാക്കുക എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലിയിൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.